आज की हिंदी कक्षा में सभी को स्वागत है। इन्नത്തെ हिंदी ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം। पिछले कक्षा में हम मुंशी प्रेमचंद की ईदगाह कहानी में हामिद और आमिना की गरीबी की हालत पढ़ रहे थे। ईद का दिन हामिद ईदगाह में जाने की तैयारी में है। उनके दोस्तों के साथ वो जा रहे हैं। इसी बीच दादी माँ को आश्वास भी वो देता है। वो कहता है कि डरना नहीं अम्मा, मैं सबसे पहले आऊँगा, बिल्कुल ना डरना। इसके बाद आमिना अपने दिल की दुख को पेश करते हैं। उनके पास बहुत कम पैसा है। 2 पैसा हामिद की जेब में और 5 आमिना की बटुए में। इतना ही हम पिछले कक्षा में पढ़ा था। चलते हैं आगे की ओर। दोबन और नाइन और मेहतरानी और चूड़ी हरिन सभी तो आएगी। सभी को सवैया चाहिए और തോട കിസിക്ക് ആങ്കോ नहीं लगता। നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഈ ഉത്സവത്തിന് അലക്കുകാരി ആയിക്കോട്ടെ, ബാർബർ ആയിക്കോട്ടെ, തോട്ടക്കാരി ആയിക്കോട്ടെ, വളക്കാരി ആയിക്കോട്ടെ, എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരും വരും. ഈദാണ്, പെരുന്നാളാണ്. സഭിക്കോ സവയ്യ ചാഹിയെ और തോട കിസിക്കോ ആങ്കെ नहीं लगता. എല്ലാവർക്കും ഈ സവയ്യ പലഹാരം ആണ് വേണ്ടത്. അത് ഈദിന് അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം പലഹാരമാണ്. ഒരു പക്ഷേ അത് സേമിയം പോലത്തെ ആകാം. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ സേമിയം ബദാം പരിപ്പും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന പായസം ആണ് മിക്ക വീടുകളിലും പെരുന്നാളിനുണ്ടാകും. അതേപോലെയുള്ള എന്തോ സ്വീറ്റ് പലഹാരമാണ് സവയ്യ. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇപ്രകാരമുള്ള എല്ലാ ജോലിയിലും പെടുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള ജാതിയിൽപ്പെട്ട ആൾക്കാരും ഈ ഉത്സവത്തിന് വരും. സഭിക്കോ സവയ്യ ചെയ്യും, എല്ലാവർക്കും ഈ പലഹാരമാണ് വേണ്ടത്. തോട കിസിക്കോ ആങ്ക നഹി ലഗ്ത, ചിലർക്കൊന്നും ഇത് കണ്ണിൽ പിടിക്കില്ല. കാരണം കിസ് കിസ്കെ മൂँ ചുരായി, വളരെ കുറച്ചൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നാണ് അർത്ഥം. കുറേ പേരുണ്ടാകും, കുറച്ചൊന്നും തോട കിസിക്ക് ആങ്കോ നഹി ലഗ്ത എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും ആരുടെയും കണ്ണിൽ പിടിക്കില്ല. കിസ് കിസ്സെ മൂँ ചുരായി, കിസ് കിസ്സെ മൂँ ചുരായി എന്ന് പറഞ്ഞാൽ ആരുടെ വായ മോഷ്ടിക്കാനാണ് എന്ന് ഉദ്ദേശിച്ചത്. വളരെ കുറച്ചൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കൂടുതൽ ഉണ്ടാക്കി വെക്കണമെന്നാണ് അർത്ഥം. കിസ് കിസ്സെ മൂँ ചുരായി. ഇതൊക്കെ മുഹാവരയാണ്. നമ്മുടെ പ്രേംചന്ദ് തൻ്റെ കഹാനികളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രകാരം മുഹാവര പ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും പേര് വരും, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് പലഹാരം ഉണ്ടാക്കുമ്പോൾ. സാൽ ഭർ കാ ത്യോഹാർ ഹെ, ഇത് വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു ഉത്സവമാണ്. ജിന്ദഗി ഖൈരത്ത് സെ രഹെ, ഉൻകി തക്ദീർ ബി തോ ഉസി കെ സാത്ത് ഹെ, ജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിൽ നല്ലതായിരിക്കട്ടെ ജീവിതം. ഖൈരിയത്ത്, നല്ലതാവട്ടെ. ഉൻകി തക്ദീർ ബി തോ ഉസി കെ സാത്ത് ഹെ, അവരുടെ വിധി എന്ന് പറയുന്നത് അവരുടെ കൂടെ തന്നെയാണ്. തക്ദീർ എന്ന് പറഞ്ഞാൽ വിധിയാണ്. ബച്ചെ കോ ഖുദാ സലാമത്ത് റഖെ, യേ ദിൻ ബി കട്ട് ജായെങ്കെ, കുട്ടികളൊക്കെ നല്ലപോലെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ സലാമത്ത്, അതായത് ഈശ്വരൻ, ഖുദ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്.
ഈശ്വരൻ സലാമത്ത് റഖേ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ രക്ഷിക്കട്ടെ എന്നാണ്. ഈ ദിവസവും കടന്നു പോകും. യേ ദിൻ ബി കട്ട് ജായെങ്കെ, ഈ ദിവസവും കടന്നു പോകും. അപ്പോൾ ഈ ഉത്സവം വരുന്ന സമയത്ത് എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഉത്സവമാണ്. ജീവിതമൊക്കെ നല്ലതാവട്ടെ എന്നാണ് പറയുന്നത്. ഗാവ് സെ മേള ചല ഓർ ബച്ചോ കെ സാത്ത് ഹാമിദ് ബി ജാ രഹാ താ. അങ്ങനെ ഗ്രാമത്തിൽ ഉത്സവം പുറപ്പെട്ടു, അല്ലെങ്കിൽ ഉത്സവം തുടങ്ങി. ബച്ചോ കെ സാത്ത്, കുട്ടികളുടെ കൂടെ. ഹാമിദ് ബി ജാ രഹാ താ, ഹാമിദും പോകുന്നുണ്ടായിരുന്നു. കബി സബ് കെ സബ് ദൗഡ്കർ ആകെ നിക്കൽ ജാത്തെ. കുട്ടികളാണ്, നമുക്കറിയാം, കുട്ടികളാവുന്ന സമയത്ത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് ചിലരൊക്കെ ഓടും. കുറച്ച് ദൂരമാണെങ്കിൽ ചിലരൊക്കെ ഓടിക്കൊണ്ട് മുന്നോട്ട് പോകും, ചിലരൊക്കെ നടക്കും. അതുപോലെ തന്നെയാണ് ഹാമിദും തൻ്റെ കൂട്ടുകാരും ചെയ്യുന്നതും. കബി സബ്കെ സബ് ദൗഡ്കർ ആകെ നിക്കൽ ജാത്തെ. എല്ലാവരുടെയും മുന്നിൽ കുറച്ച് പേര് ഓടുന്നു, നടക്കുകയും ചെയ്യുന്നു. ഫിർ കിസി പേട് കെ നീച്ചെ ഖടേ ഹോക്കർ സാത്ത് വാലോं കാ ഇന്തസാർ കർത്തെ. അങ്ങനെ ഓടുന്നവർ കുറച്ച് നേരം മുന്നോട്ട് പോയിട്ട് ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ, തൻ്റെ കൂടെ വരുന്നവരെ കാത്തു നിൽക്കുന്നു. ഇന്തസാർ കർണ, കാത്തു നിൽക്കുക. യേ ലോഗ് ക്യോ ഇത്തന ധീരെ ധീരെ ചൽ രഹേ ഹൈ, ഹമീദ് കെ പേരെ മേ തോ ജൈസെ പർ ലഗ് ഗയേ ഹൈ. ഈ അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഹമീദ് ചിന്തിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ പതുക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ പതുക്കെ വരുന്നത്. ഹമീദ് കെ പേരെ മേ തോ ജൈസെ പർ ലഗ് ഗയേ ഹൈ. ഹമീദിൻ്റെ കാലുകൾക്കാണെങ്കിൽ ചിറക് മുളച്ച പോലെയാണ്. പർ ലഗ് ഗയേ എന്ന് പറഞ്ഞാൽ, പർ എന്ന് പറഞ്ഞാൽ ചിറകാണ്. അതുപോലെ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹമീദ് വളരെ സ്പീഡിലാണ്, അല്ലെങ്കിൽ ഓടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാലിന് ചിറക് മുളച്ച പോലെയാണ് എന്നാണ് പറയുന്നത്. വ കബി തക് സക്ത ഹെ, എപ്പോൾ വേണമെങ്കിലും ക്ഷീണിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ക്ഷീണിക്കുന്നുണ്ട് നമ്മുടെ ഹമീദ്. ഷഹർ ക ദാമൻ ആകയ. അങ്ങനെ ഗ്രാമത്തിലൂടെയുള്ള ഓട്ടത്തിലും നടത്തത്തിലും അവസാനം അതിർത്തി വന്നെത്തി. നഗരത്തിൻ്റെ അതിർത്തി. ഷഹർ, ദാമൻ എന്ന് പറഞ്ഞാൽ അതിർത്തിയാണ്, സീമ. സടക്കെ ദോനോ ഓർ അമീറോക്കെ ബഗിച്ച്. നഗരം എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ അധികവും പണക്കാരാണ് ഉണ്ടാവുക. രണ്ട് സൈഡിലും, റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് അമീറോക്കെ ബഗീച്ചെ, പണക്കാരുടെ, ധനികരുടെ തോട്ടം, പൂന്തോട്ടമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ബഗീച്ചെ ഹെ. പക്കി ചാർ ദിവാരി ബനി ഹുയി ഹെ. അതുപോലെ തന്നെ ഉറപ്പുള്ള, പക്കി എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള, ചാർ ദിവാരി മതിൽ കെട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നഗരത്തിൽ കടന്നപ്പോൾ തന്നെ ഹമീദിന് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ലേഖകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. പേടമേ ഹാം ഓർ ലീച്ചിയാം ലഗി ഹുയി ഹെ. അതുപോലെ തന്നെ അവിടെയുള്ള വൃക്ഷങ്ങളിൽ അധികവും മാവും, അതുപോലെ തന്നെ ലീച്ചിയാം എന്ന് പറഞ്ഞാൽ മറ്റൊരു മധുരഫലമാണ്, മധുരമുള്ള ഒരു പഴമാണ്, അതുമാണ് കാണാൻ സാധിക്കുന്നത്. കബി കബി കോയി ലഡ്ക കങ്കടി ഉട്ടാക്കർ ഹാം പർ നിഷാന ലഗാത്താ ഹെ. ചിലപ്പോഴൊക്കെ അതിലൂടെ പോകുന്ന സമയത്ത് ലഡ്ക, ബോയ്സ് എന്താ ചെയ്യുന്നത്, കങ്കടി ഉട്ടാക്കർ, കല്ലാണ്, കങ്കടി എന്ന് പറഞ്ഞാൽ പത്തർ ഹെ. അപ്പോൾ പത്തർ ഉട്ടാക്കർ ആം പർ നിഷാന ലഗാത്താ ഹെ. മാവിനെ അല്ലെങ്കിൽ മാങ്ങയെ ഉന്നം വെച്ചിട്ട് കല്ലെടുത്ത് എറിയാൻ ശ്രമിക്കുന്നു. മാലി അന്തർ സെ ഗാലി ദേത്താ ഹുവ നിക്കൽത്ത ഹെ. അത് കല്ലെടുത്ത് എറിയുന്ന സമയത്ത് അവിടെയുള്ള തോട്ടക്കാരൻ, അല്ലെ മാലി എന്ന് പറഞ്ഞാൽ തോട്ടക്കാരനാണ്, അകത്തു നിന്ന് വന്നിട്ട് ഇവരെ ചീത്ത പറയുന്നു. ഗാലി ദേന, ചീത്ത, വഴക്ക് പറയുക. ലഡ്കെ വഹാൻ സെ എക് ഫലാങ് പർ ഹെ. ബോയ്സൊക്കെ കുറച്ച് ദൂരത്താണ്. എക് ഫലാങ് എന്ന് പറഞ്ഞാൽ അകലത്തെ സൂചിപ്പിക്കുന്നു, കുറച്ച് അകലത്താണ് നിൽക്കുന്നത്. ഖൂബ് ഹസ് രഹേ ഹെ. അപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ ചിരിക്കുകയാണ്. മാലിക്കോ കൈസെ ഉല്ലു ബനായ ഹെ. എന്തിനാണ് ഇവർ ചിരിക്കുന്നത്? ആ തോട്ടക്കാരനെ പറ്റിച്ചതിൽ സന്തോഷിച്ച് ചിരിക്കുകയാണ്. കാരണം അവർ കാണാതെയാണ് മാവിന് കല്ലെറിയുന്നത്. ബടി ബടി ഇമാരത്തെ ആനെ ലഗി.
യെ അദാലത്ത്, യെ കോളേജ്, യെ ക്ലബ് ഘർ ഹെ. അങ്ങനെ ആ നഗരത്തിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആമിദും അവൻ്റെ കൂട്ടുകാരും കാണുന്ന കാഴ്ചകൾ. അവിടെ വലിയ വലിയ ഇമാരത്തെ ആനയിലേക്ക് ബിൽഡിങ്ങുകൾ, ഒരുപാട് ബിൽഡിങ്സ് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ കാണാൻ തുടങ്ങി. ഈ അദാലത്തെ, അതിലൊന്ന് കോടതിയാണ്, അദാലത്ത് കോർട്ട്. ഈ കോളേജ്, ഇത് കോളേജാണ്. ഈ ക്ലബ് ഘർ ഹെ, ഇത് ക്ലബ് ഘർ ആണ്. ക്ലബ് ഘർ എന്ന് പറഞ്ഞാൽ പണക്കാർ ആയിട്ടുള്ള വലിയ വലിയ സാറുമാരായിട്ടുള്ള അവരും അവരുടെ വൈഫ് ഒക്കെ പോയിട്ട് കളിക്കുകയും മറ്റ് എക്സസൈസിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഇത്തനെ ബഡേ കോളേജ് മേ കിത്തനെ ലड़के പഠിത്തേ ഹോങ്കെ. ഹമീദ് ചിന്തിക്കുകയാണ്, ഇത്രയും വലിയ കോളേജിൽ എത്ര ബോയ്സ് പഠിക്കുന്നുണ്ടാകും. സബ് ലड़के नहीं है जी, ബഡേ ബഡേ ആദ്മി ഹേ. എന്നിട്ട് പറയുകയാണ്, അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാമിദും അവരുടെ ഫ്രണ്ട്സും. സബ് ലड़के नहीं, എല്ലാ ബോയ്സും മാത്രമല്ല അവിടെ പഠിക്കുന്നത്, ചെറിയ കുട്ടികളല്ല അവിടെ പഠിക്കുന്നത്. ബഡേ ബഡേ ആദ്മി ഹേ, വലിയ വലിയ ആൾക്കാരാണ് അവിടെ പഠിക്കുന്നത് സത്യത്തിൽ. ഉൻകി ബഡി ബഡി മൂഞ്ചെ ഹേ, വലിയ വലിയ മീശ ഉള്ള ആൾക്കാരാണ്. മൂഞ്ചെ എന്ന് പറഞ്ഞാൽ മീശയാണ്. ഇത്തനെ ബഡേ ഹോ ഗയെ അഭി തക്ക് പഠനെ ജാത്തെ ഹേ, വലിയ വലിയ ആൾക്കാരായി, മീശയും താടിയൊക്കെ ഉള്ളവരായി, എന്നിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരെ ഗ്രാമത്തിൽ ഇങ്ങനെയൊന്നും കാണാനോ സാധിച്ചിട്ടില്ല. വളരെ ദാരിദ്ര്യത്തിൽ, അല്ലെങ്കിൽ അന്നന്ന് കിട്ടുന്നത് അന്നന്ന് ജീവിച്ചു പോകുന്ന കുടുംബങ്ങളാണ് ഗ്രാമത്തിൽ ഉണ്ടാവുക. ന ജാനെ കബ് തക്ക് പഠേങ്കെ ഓർ ക്യാ കരെങ്കെ ഇത്ര പഠിക്കർ. എന്നിട്ട് അവർ ചിന്തിക്കുകയാണ്, ഇത്രയും മീശയും താടിയൊക്കെ ഉള്ള ആൾക്കാർ ഇത്രയൊക്കെ പഠിച്ചിട്ട് എവിടെ വരെ പഠിക്കാനാണ്, ഇത്രയും പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്. हमीद के मदरसे में 2-3 बड़े बड़े लड़के हैं, बिल्कुल 3 कौड़ी के रोज़ मार्क आते हैं. നമ്മുടെ ഹമീദ് മദ്രസിൽ പോകുന്നുണ്ട് അല്ലേ. 2-3 ബഡേ ബഡേ, അവിടെ 2-3 വലിയ വലിയ ബോയ്സ് ഉണ്ട്. ബിൽക്കുൽ 3 കൗടിക്ക് റോസ് മാർക്ക് ആത്തെ ഹെ. ഈ 3 കൗടിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത അത്രയ്ക്കും ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ബോയ്സ് അവൻ്റെ മദ്രസിലും ഉണ്ട്. പക്ഷെ ഡെയിലി അടി വാങ്ങുന്നവരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്. കാംസേ ബി ജി ചുറാനെ വാലേ ഹേ, ജോലിയിലൊന്നും അത്ര വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത, അല്ലെങ്കിൽ പഠിത്തത്തിലൊന്നും ശ്രദ്ധ കൊടുക്കാത്തവരാണ്. അതാണ് കാംസേ ജി ചുറാനെ വാല എന്ന് പറഞ്ഞാൽ, ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ശ്രദ്ധ കൊടുക്കാത്തവരാണ്. അതുകൊണ്ടാണ് അവർ അടി വാങ്ങുന്നത്. ഇസ് ജഗ ബി ഉസി തരഹ് കെ ലോഗ് ഹോങ്കെ ഓർ ക്യാ, ഈ പ്ലേസിലും അപ്രകാരമുള്ള ആൾക്കാരുണ്ടാകാം. ഓർ ക്യാ ക്ലബ് ഘർ മേ ജാദു ഹോത്താ ഹേ, സുനാ ഹേ യഹാ മുർദേ കി കോപ്പടിയാൻ ദോടത്തി ഹേ. അതുപോലെ തന്നെ അവിടെ ഒരു ക്ലബ് ഘർ ഉണ്ട് നഗരത്തിൽ, അവിടെ മാജിക്ക് നടക്കലുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. യഹാ മുർദേ കി കോപ്പടിയാൻ ദോടത്തി ഹേ, എന്താണ് കേൾക്കാറ് അവിടെ? മുർദേ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയാണ്, ശവത്തിൻ്റെ തലയോട്ടി ഓടുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ആ ക്ലബിൽ. കോപ്പടി എന്ന് പറഞ്ഞാൽ തലയോട്ടി. ഒരു ബഡേ ബഡേ തമാശയും ഹൊത്തിയാണ്, അതുപോലെ തന്നെ ഭയങ്കര കോമഡി അവിടെ നടക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പർ കിസിക്കോ അന്തർ നഹി ജാനെ ദേത്തെ, പക്ഷേ ആരെയും അകത്ത്, ആ ക്ലബ് ഘറിൻ്റെ അകത്തേക്ക് ആരെയും വിടാറില്ല. ഒരു യഹാം ഷാം കോ സാബ് ലോ കേൾത്തെ ഹേ, ഇവിടെ ഈവനിങ് ആയാൽ സമയത്ത് വലിയ വലിയ സാറുമാരൊക്കെ വന്ന് കളിക്കാറുണ്ട്. ബഡേ ബഡേ ആദ്മി കേൾത്തെ ഹേ, മൂഞ്ചോ ദാടിയോ വാലയോ ഒരു മേമയും കേൾത്തി ഹേ, വലിയ മീശയും താടിയൊക്കെ ഉള്ള ആൾക്കാരും, അതുപോലെ അവരുടെ കൊച്ചമ്മമാർ. മേമ എന്ന് പറഞ്ഞാൽ കൊച്ചമ്മമാർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സാറുമാരുടെയൊക്കെ വൈഫ്. സത്യത്തിൽ അവരൊക്കെയാണ് വന്നിട്ട് കളിക്കാറ് അവിടെ. ഹമാരി അമ്മാക്കോ വോ ദേ ദോ ക്യാ നാം ഹേ ബൈറ്റ്, तो उसे पकड़ ही ना सके. ഇവർ ഈ ക്ലബ് ഘറിൽ വെച്ചിട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ എക്സസൈസിനൊക്കെ ഉപയോഗിക്കുന്ന വെയിറ്റ് എടുത്തിട്ട് നമ്മുടെയൊക്കെ അമ്മമാർക്ക് കൊടുത്താൽ ഉസെ പക്കഡ് നഹി സക്കെ, അത് പിടിക്കാൻ പോലും സാധിക്കില്ല. ഗുമാത്തെ ഹി ലുടക് ന ജായേ, അത് കറങ്ങി ഉരുണ്ട് വീഴുകയാണ് ചെയ്യുക. അതായത് അവിടെ ആ ക്ലബ് ഘറിൽ ഉപയോഗിക്കുന്ന
അവർ കളിക്കാനോ മറ്റോ എക്സസൈസിനോ മറ്റോ ഉപയോഗിക്കുന്ന വെയിറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കൊന്നും അത് മര്യാദയ്ക്ക് പിടിക്കാൻ സാധിക്കില്ല, കറങ്ങി ഉരുണ്ട് വീഴും എന്നാണ് പറയുന്നത്. ലുഡക് ജാന എന്ന് പറഞ്ഞാൽ ഉരുണ്ട് വീഴുക. മഹ്മൂദിനെ കഹ, മഹ്മൂദ് പറഞ്ഞു, ഹമാരി അമ്മി ജാൻ കത്തോ ഹാത്ത് കാമനെ ലഗെ അള്ളാ കസം, ഈശ്വരനാണേ സത്യം, എൻ്റെ അമ്മ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഹമാരി അമ്മി ജാൻ കത്തോ ഹാത്ത് കാമനെ ലഗെ, എൻ്റെ അമ്മ ഇത് എടുക്കുകയാണെങ്കിൽ കൈ വിറയ്ക്കും, ഹാത്ത് കാമനെ ലഗെ എന്ന് മഹ്മൂദ് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് मोहसिन ने बोला, अम्मी मानो आटा पीस डालती है, ज़रा सा भेंट पकड़ लेगी तो हाथ कामने लगे. അതുപോലെ എൻ്റെ അമ്മി ആട്ട പീസ് ഡാൽത്തി ഹെ, മാനോ എന്ന് പറഞ്ഞാൽ തൂക്കത്തെയാണ്, 20 കിലോഗ്രാം തൂക്കത്തെയാണ് പറയുന്നത്. ആട്ട വേണമെങ്കിൽ എൻ്റെ അമ്മ കുഴയ്ക്കും, പീസ് ഡാലിനെ കുഴയ്ക്കുക, അതായത് ആട്ട എത്ര തൂക്കം വേണമെങ്കിലും ആട്ടയൊക്കെ കുഴിച്ചെടുക്കും. ജറാസ ബേറ്റ് പക്കറിലേക്കോ, ഈ വെയിറ്റ് ഇവർ ഈ എടുക്കുന്ന വെയിറ്റ് എടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെയും കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. സൈക്കിളോ ഗഡേ പാനി റോസ് നിക്കാൽത്തി, അതുപോലെ തന്നെ 100 കണക്കിന്, സൈക്കിളോ എന്ന് പറഞ്ഞാൽ 100 കണക്കിന്, ഗഡ്ഡേ എന്ന് പറഞ്ഞാൽ കുടം, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, എത്ര വേണമെങ്കിലും 100 കണക്കിന് കുടം വെള്ളം ഡെയിലി കോരി നിറയ്ക്കും എൻ്റെ അമ്മ. ആരുടെ? മൊഹസിൻ്റെ. 5 ഗഡ്ഡെ തോ മേരി ഭേൻസ് ബി പീ ജാത്തി ഹെ, അതുപോലെ അതിൽ 5 കുടം വെള്ളത്തോളം എരുമ, ഭേൻസ് എന്ന് പറഞ്ഞാൽ എരുമ ആണ്, കുടിക്കും. അത്രയ്ക്കും വെള്ളം കോരി നിറയ്ക്കുന്നുണ്ട്. അതിനൊക്കെ എൻ്റെ അമ്മയ്ക്ക് സാധിക്കും, പക്ഷേ ഇവരെ ഈ വെയിറ്റ് എടുക്കാൻ സാധിക്കില്ല. കിസി मैम को एक गड्ढा पानी भरना पड़े तो आंखों तले अंधेरा छा जाए. അതിലെ കൊച്ചമ്മമാർ ഇതേപോലെ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് പോലെ ഒരു കുടം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ അവരുടെയൊക്കെ കണ്ണിൽ ഇരുട്ട് കയറും. ആങ്കോ തലേ അന്ധേര ചാജായ എന്ന് പറഞ്ഞാൽ അതും ഒരു മുഹാവരിയാണ്. കണ്ണിൽ ഇരുട്ട് കയറുക എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മുടെയൊക്കെ അമ്മമാർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊന്നും അവർക്ക് ചെയ്യാനോ ഈ നഗരത്തിലെ കൊച്ചമ്മമാർക്ക് ചെയ്യാനോ, അതുപോലെ നഗരത്തിലെ കൊച്ചമ്മമാർ ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്നും നമ്മുടെ അമ്മമാർക്ക് ചെയ്യാനോ സാധിക്കില്ല. മുഹമ്മദ് ലേക്കിൻ ദൗഡത്തി തോ നഹി ഉച്ചൽ കുദത്തോ നഹി സക്തി, അതുപോലെ തന്നെ മുഹമ്മദ് പറയാണ് ഇത് കേട്ടിട്ട്, അവർക്ക് ഓടാനോ ചാടാനോ സാധിക്കുകയുമില്ല എന്ന് പറയാണ്. തബ് മൊഹസിൻ, हाँ उछल कूद तो नहीं सकती, लेकिन उस दिन मेरी घाय खुल गई थी और चौधरी के खेत में जा पड़ी थी, तो अम्मा इतनी तेज़ दौड़ी कि मैं उन्हें ना पा सका, सच. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു അതുപോലെ തന്നെ ഓടാനും ചാടാനും സാധിക്കില്ല എന്ന്. കൊച്ചമ്മമാർക്ക് ഓടാനും ചാടാനും സാധിക്കില്ല എന്ന് പറഞ്ഞു മുഹമ്മദ്. അപ്പോൾ മൊഹസിൻ പറഞ്ഞു, ശരിയാണ്, എൻ്റെ അമ്മ ഒരു ദിവസം നമ്മുടെ പശുവിൻ്റെ കെട്ടഴിഞ്ഞ സമയത്ത്, അത് ഓടിയ സമയത്ത് ചൗധരിയുടെ പാടത്ത് പോയിട്ട് നിന്നു. ആ സമയത്ത് എൻ്റെ അമ്മ വളരെ സ്പീഡിലാണ് അതിൻ്റെ പിന്നിലായിട്ട് പശുവിൻ്റെ കെട്ടഴിഞ്ഞ സമയത്ത് പശുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിയത്. സത്യത്തിൽ എനിക്ക് പോലും എൻ്റെ അമ്മയെ അവിടെ അടുത്ത് ഓടിയെത്താൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഓടിയത് കാണാൻ സാധിച്ചിട്ടില്ല. അത്രയും സ്പീഡിലാണ് എൻ്റെ അമ്മ ഓടിയത് പശുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഈ കൊച്ചമ്മമാർക്ക് സാധിക്കില്ല എന്നാണ്, ഓടാനും ചാടാനൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല എന്നാണ് ഇവർ പരസ്പരം സംസാരിക്കുന്നത്. तो आज की कक्षा इतना ही. समझता हूँ कि आप लोग अच्छी तरह समझे होंगे. धन्यवाद.